ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷനും അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷനുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ കേസ് എങ്ങനെയാണ് ടാക്സിൽ അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നോക്കാം, പ്രൊവിഡൻറ്റ് ഫണ്ട്. Provident funds may be statutory provident fund, recognized provident fund, unrecognized provident fund, or public provident fund. The tax implication of provident fund contribution and interest thereon will be as follows. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇതിലോട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ആണ്. അതായത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ഈ ഒരു PF അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേ എമൗണ്ട് ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിനകത്ത് 4 തരം പ്രൊവിഡൻറ്റ് ഫണ്ടാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, അതേപോലെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതേപോലെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, SPF, RPF, URPF, ദെൻ PPF. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിൽ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ശ്രദ്ധിക്കുന്നു, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് SPF. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓഫീസസ്. ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ഓഫീസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് ഓഫ് 1925 ഈസ് ആപ്ലിക്കബിൾ ഓൺ സച്ച് ഫണ്ട്സ്. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരം ആക്ട് ചെയ്യുന്നതാണ്. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, interest on employees contribution and interest thereon are not taxable in the case of statutory provident fund. അപ്പോൾ further, any payment received by the employee from the statutory provident fund is exempt from tax under section 10 subsection 11. അതായത് ഈ എംപ്ലോയിക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, അതായത് SPF നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടുവാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണെന്നാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 11 പ്രകാരം അത് എക്സംപ്റ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ്. നിങ്ങളിതിൽ നോക്കേണ്ടത് ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കോൺട്രിബ്യൂഷൻ ടു SPF എന്നുള്ളത് അതിലൊക്കെ ഒന്ന് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി, ഹെൻസ് നോട്ട് ടാക്സബിൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഈ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആകെ ക്രോസ് ടോട്ടൽ ഇൻകത്തുന്ന ETC പ്രകാരം ഒരു ഡിഡക്ഷൻ കിട്ടും. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, അതായത് ഓൺ കോൺട്രിബ്യൂഷൻ ഒരു ഡിഡക്ഷൻ കിട്ടും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ടാക്സബിൾ. അതായത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. ലംസം എമൗണ്ട് റിസീവ്ഡ് ഈസ് നോട്ട് ടാക്സബിൾ. അപ്പോൾ SPFൻ്റെ കേസിൽ എന്താണ്, ഒന്നും ടാക്സബിൾ അല്ല. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, അതായത് ഓൺ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ലംസം എമൗണ്ട്, ഒരു മുഴുവൻ എമൗണ്ട് ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ അതും ടാക്സബിൾ അല്ല. മനസ്സിലായല്ലോ, SPFൻ്റെ കേസിൽ ഒന്നും ടാക്സബിൾ അല്ല. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് RPF എന്ന് പറയുന്നത്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF ടാക്സബിൾ അല്ല, ഓൺ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ബട്ട് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഓഫ് ദ എംപ്ലോയി ആൻഡ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ ഫണ്ട് ഇൻ എക്സസ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് 9.5% ആർ ടാക്സബിൾ. അതായത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. സാലറിയുടെ 12% കൂടുതൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. 12% വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഓർത്തിരിക്കുക, 12% വരെ എക്സംപ്റ്റഡ് ആണ്. 12% കൂടുതൽ, സാലറിയുടെ 12% കൂടുതൽ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ നടത്തുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതേപോലെ ഇൻട്രസ്റ്റ്,
എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് 9.5% കൂടുന്നുണ്ടെങ്കിൽ എത്രയാണോ കൂടുന്നത് അത് ടാക്സബിൾ ആണ്. 9.5% വരെ ടാക്സബിൾ അല്ല. 9.5% കൂടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ RPFൻ്റെ കേസിൽ ഓർക്കേണ്ടത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഓൺ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, ബട്ട് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണ്. എപ്പോഴാണ്? ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. സാലറിയുടെ 12% കൂടുതൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റും അതേപോലെ 9.5% RPF ബാലൻസിൻ്റെ 9.5%-നേക്കാൾ കൂടുന്ന സമയത്ത് അത് ടാക്സബിൾ ആണ്. 9.5% വരെ ടാക്സബിൾ അല്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ടേബിൾ നോക്കാം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി, ഹെൻസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഓൺ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ദ ഫണ്ട് ബാലൻസ് ഇൻ എക്സസ് ഓഫ് 9.5% ഈസ് ടാക്സബിൾ. ലംസം എമൗണ്ട് റിസീവ് ചെയ്താൽ അത് ടാക്സബിൾ അല്ല. അപ്പോൾ ഇവിടെ ഒന്ന് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ സാലറിയുടെ 12% കൂടുതൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണ്. അതേപോലെ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 9.5%-നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. ബാക്കിയൊന്നും ടാക്സബിൾ അല്ല. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അടുത്തത് URPF ആണ്. URPF കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് നമുക്ക് പറയാം. നോക്കുക, എ പ്രൊവിഡൻറ്റ് ഫണ്ട് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഈസ് കോൾഡ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എനി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു സച്ച് ഫണ്ട് ഓർ ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ or the employee's contribution is not taxable year to year. It becomes taxable only when lump sum is received or when the fund is recognized. URPFൻ്റെ കേസിൽ ഒന്നും ടാക്സബിൾ അല്ല. ടാക്സബിൾ ആവുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ ഒരു ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ, ഒരുമിച്ചൊരു എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫണ്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ ആണ് അത് ടാക്സബിൾ ആവുന്നത്. അപ്പോൾ URPF വർഷാവർഷം ടാക്സബിൾ അല്ല. അത് ടാക്സബിൾ ആവുന്നത് ഒന്നുകിൽ ആ ഫണ്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴോ ആണ്. ഒരു എമൗണ്ട് ഒരുമിച്ച് റിസീവ് ചെയ്യുമ്പോഴോ ആണ് അത് ടാക്സബിൾ ആവുന്നത്. ഓക്കെ, അതാണ് കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ദെയറോൺ ആർ നോട്ട് ടാക്സബിൾ ഇയർ ടു ഇയർ. വെൻ ദ ലംസം എമൗണ്ട് ഈസ് റിസീവ്ഡ് ഓർ വെൻ ദ ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ദ ആനുവൽ അക്രേഷൻ ബിക്കംസ് ടാക്സബിൾ. അതായത് ഒരുമിച്ചൊരു ലംസം എമൗണ്ട് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ ഇത് ടാക്സബിൾ ആവും. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി, ഹെൻസ് നോട്ട് ടാക്സബിൾ. ഇതിലോട്ടുള്ള എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. പക്ഷേ ടാക്സബിൾ ആവുന്ന ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. നോട്ട് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്താണ് URPFൻ്റെ കേസിൽ അത് അതർ സോഴ്സ്, ഇൻകം ഫ്രം അതർ സോഴ്സിനകത്താണ് അത് ടാക്സബിൾ ആവുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ RFIയിൽ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ സാലറി എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ സാലറിയുടെ 12% കൂടുതലായാൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാലറി എന്ന് പറയുമ്പോൾ RPFൻ്റെ കേസിൽ, അതായത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ്. ഒന്ന് ബേസിക് സാലറി വരും, അതായത് ബേസിക് പേ അഥവാ ബേസിക് സാലറി വരും. ദെൻ DP ഡിയർനെസ് പേ വരും. ദെൻ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ, അതായത് നോർമൽ DA വരില്ല, വെറും DA വരില്ല, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ വരും. ദെൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ, അതായത് സെയിൽസ് ടാർഗറ്റിൻ്റെ മുകളിൽ ഫിക്സ്ഡ് പെർസെൻറ്റേജ് കമ്മീഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബേസിക് സാലറി വരും, ദെൻ DA ഫോമിംഗ് പാർട്ട് വരും, ഫോമിംഗ് പാർട്ട് ഓഫ് പേ വരും. ദെൻ DP ഡിയർനെസ് പേ വരും. ദെൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. നോർമൽ കമ്മീഷൻ വരില്ല, ബോണസ് വരില്ല, മറ്റ് പെർക്വിസിറ്റ്സ് മറ്റ് അലവൻസസും കാര്യങ്ങളൊന്നും വരില്ല. ഇവിടെ ആകെ 4 കാര്യങ്ങളെ വരും. ഒന്ന് ബേസിക് സാലറി, ഒന്ന് DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ, അതായത് DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ DA ഫോർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് തന്നാൽ അത് വരും. ദെൻ DP ഡിയർനെസ് പേ വരും. ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ, അതായത് സെയിൽസ് ടാർഗറ്റിൻ്റെ മുകളിൽ ഫിക്സ്ഡ് പെർസെൻറ്റേജ് തന്നാൽ കമ്മീഷൻ തന്നു കഴിഞ്ഞാൽ അത് വരും. ഈ 4 കാര്യങ്ങളെ ഇതിനകത്ത് വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. RFIൻ്റെ കേസിൽ കുറേ കാര്യങ്ങൾ വരുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് മന്ത്ലി സാലറി 20,000, DA 40%, അതിൻ്റെ ബ്രാക്കറ്റിൽ 50% ഇൻക്ലൂഡിബിൾ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്.
ഡിറ്റർമൈൻ ടാക്സബിൾ പോർഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ടു PF ഇൻ ദ ഫോളോയിങ് കേസസ്. അതിൽ 3 കേസ് ഉണ്ട്. മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത് നോക്കുക. എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈച്ച് കോൺട്രിബ്യൂട്ടഡ് 14% ഓഫ് സാലറി ടു RPF. ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 11% ക്രെഡിറ്റഡ് ഓൺ 31st March 2026 ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 25-26 ഓൺ RPF ബാലൻസ് 2 lakh. അപ്പോൾ നോക്കുക, ഇവിടെ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈച്ച് കോൺട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF, അതായത് എന്താണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്താണ്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ നില്ലാണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കണോ? വേണ്ട. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എമൗണ്ട് എല്ലാം ഒരു കോളത്തിൽ തന്നെ കാണിക്കുക. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ നില്ല് കാണിക്കുക. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇവിടെ 14% പറയുന്നത്. സാലറിയുടെ 14% എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ പറയുന്നത്. നമുക്ക് എത്ര ശതമാനം അലോ ചെയ്യാം? 12% വരെ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ബാക്കി എത്ര ശതമാനം ടാക്സ് കൊടുക്കണം? ബാക്കി 2% നമ്മൾ ടാക്സ് കൊടുക്കണം. സാലറിയുടെ 12% വരെ ടാക്സ് കൊടുക്കണ്ട. ഇവിടെ 14% ഉണ്ട്. ബാക്കി 2% നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ ആദ്യം എന്ത് കാണണം? സാലറി കാണണം. സാലറി എങ്ങനെ കാണും? സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RPF എന്തൊക്കെ വരും? ഇവിടെ ക്വസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? മന്ത്ലി സാലറി, ബേസിക് സാലറി ഉണ്ട്. എത്ര ബേസിക് സാലറി? 20,000 ആണ്. അപ്പോൾ 20,000 ഇൻറ്റു 12 എത്ര വരും? 2,40,000. 20,000 ഇൻറ്റു 12 2,40,000 വരും. ഇനി DA 40% ആണ്. അതായത് 2,40,000 40% ആണ് DA. നോർമൽ DA വരുമോ? ഇല്ല. നമുക്ക് ഏത് മാത്രമേ വരൂ? ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രമേ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് മാത്രമേ വരും. അപ്പോൾ DA റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എത്ര വരും? അതായത് 2,40,000 40% ടോട്ടൽ DA. അത് എത്ര വരും? 40% എന്ന് പറയുമ്പോൾ 90,000 വരും. ഓക്കെ, ഈ 90,000 ഇതിൻ്റെ കൂടെ വരുമോ? ഇല്ല. ഈ 96,000 50% ആണ് എന്ത്? നമ്മുടെ ഫോമിംഗ് പാർട്ട് ഓഫ് പേ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് വരുന്നത്. എത്ര വരും? 48,000. ഓക്കെ, അപ്പോൾ DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് 2,40,000 40% ടോട്ടൽ DA. അത് 96,000 വരും. ആ 96,000 50% ഏത്? നമ്മുടെ DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. 48,000 വരിക. അപ്പോൾ 2,40,000 48,000 ആണ് നമ്മുടെ ടോട്ടൽ സാലറി, അല്ലെങ്കിൽ സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RPF എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ഇതാണ്. അപ്പോൾ എത്ര വരും? 2,88,000. ഓക്കെ, അപ്പോൾ 2,88,000 2% എങ്ങനെയാണ് വന്നത്? 14% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത്. 12% എക്സംപ്റ്റഡ് ആണ്. ബാക്കി 2% ടാക്സബിൾ ആണ്. അപ്പോൾ 2,88,000 ഇൻറ്റു 2/100. മനസ്സിലായാലും 2% എങ്ങനെയാണെന്ന്? 14% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ 12% വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. ബാക്കി 2% അപ്പോൾ ടാക്സബിൾ ആണ്. ആ 2% എന്ന് പറയുമ്പോൾ എത്ര വരും? 5,760. 2,88,000 2% 5,760. ഈ സാലറി കാണുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ നോട്ട് കൊടുത്തിരിക്കുന്നത് സാലറി കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാം. ഇനി അതിനുശേഷം അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 11% ആണ് പറയുന്നത്. ഈ 11% എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് RPF ബാലൻസ് തന്നിട്ടുണ്ട്. ഈ RPF ബാലൻസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ RPF ബാലൻസ് 2 ലക്ഷം തന്നിട്ടുണ്ട്. 11% ഇൻട്രസ്റ്റ് പറയുന്നത്. എത്ര ശതമാനം വരെ എക്സംപ്റ്റഡ് ആണ്? 9.5% എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ബാക്കി എത്രയായിരിക്കും ടാക്സബിൾ ആവുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുക? 11-ൽ നിന്ന് 9.5% കുറക്കുക. 11% മൊത്തം ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ 9.5% എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ബാക്കി ടാക്സബിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 11% നിന്ന് 9.5% കുറച്ചാൽ മതി. നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നതിൻ്റെ മുകളിലാണ് 2 ലക്ഷത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു എത്ര വരും? 1.5% കണ്ടുപിടിക്കാം.
1.5% എങ്ങനെയാണ് കിട്ടിയത്? 11-ൽ നിന്ന്, അതായത് കോൺട്രിബ്യൂട്ടിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 11-ൽ നിന്ന് എത്ര കുറക്കുക? എക്സംപ്റ്റഡ് ആയിട്ടുള്ള 9.5 കുറക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.5 കിട്ടും. അപ്പോൾ 1.5% 2 ലക്ഷം ഇൻറ്റു 1.5% എത്ര വരും? 3000 വരും. അതിനുശേഷം എന്ത് ചെയ്യുക? അത് രണ്ടും ടോട്ടൽ ചെയ്യുക. അപ്പോൾ 8760 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ RPF-ൻ്റെ കേസിൽ എന്താണ് കോൺട്രിബ്യൂഷൻ സാലറിയുടെ 12% കൂടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. 12% വരെ ടാക്സബിൾ അല്ല. എത്രയാണോ കൂടുതലാവുന്നത് അത് ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 9.5% വരെ ടാക്സബിൾ അല്ല. അതിൽ കൂടിക്കഴിഞ്ഞാൽ എത്രയാണോ കൂടുന്നത് അത് ടാക്സബിൾ ആണ്. അത് RPF ബാലൻസിൻ്റെ മുകളിലാണ് കാണേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 15% ഓഫ് സാലറി ടു ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇൻട്രസ്റ്റ് അറ്റ് എ റേറ്റ് ഓഫ് 12% ഇസ് ക്രെഡിറ്റഡ് ആനുവലി. ഇവിടെ ശ്രദ്ധിക്കുക, URPF ആണ്. URPF-ൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞെന്താണ്? ഒരു കേസിലും എന്തല്ല? ടാക്സബിൾ അല്ല. എംപ്ലോയീസ് കോൺട്രിബ്യൂഷനോ ഇൻട്രസ്റ്റോ ഒന്നും ടാക്സബിൾ അല്ല. ഇത് ടാക്സബിൾ ആവുന്നത് എപ്പോഴാണ്? ഒരു എമൗണ്ട്, അതായത് ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഫണ്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ ആണ് ഇത് ടാക്സബിൾ ആവുന്നത്. അല്ലാത്ത ഒരു കേസിലും ഇത് ടാക്സബിൾ അല്ല. നോക്കുക, കോൺട്രിബ്യൂഷൻ ടു URPF ഈസ് നോട്ട് ടാക്സബിൾ ഇയർ ടു ഇയർ. ഇറ്റ് വിൽ ബിക്കം ടാക്സബിൾ ഓൺലി വെൻ ദ ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഓർ ദ എമൗണ്ട് ഈസ് പെയ്ഡ് ബാക്ക് ടു ദ എംപ്ലോയി. എംപ്ലോയിക്ക് ഒരു ലംസം എമൗണ്ട് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ ആണ് ഇത് ടാക്സബിൾ ആവുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ. Both the employer and employee contributed 12% of salary to RPF and the interest at the rate of 8.5% is credited to the fund. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് RPF ആണ്. സാലറിയുടെ 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത്. സാലറിയുടെ 12% വരെ എന്തല്ല? ടാക്സബിൾ അല്ല. അപ് ടു 12% ടാക്സബിൾ അല്ല. 12% ആയാലും ടാക്സബിൾ അല്ല. എത്രയാണോ 12% കൂടുന്നത് ആ കൂടിയ പെർസെൻറ്റേജ് ടാക്സബിൾ ആണ്. ഇപ്പോൾ 13% ആണെങ്കിൽ 1% ടാക്സബിൾ ആണ്. 14% ആണെങ്കിൽ 2% ടാക്സബിൾ ആണ്. 15% ആണെങ്കിൽ 3% ടാക്സബിൾ ആണ്. മനസ്സിലായല്ലോ അത്? ദെൻ അതേപോലെ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 9.5 വരെ ടാക്സബിൾ അല്ല. ഇവിടെ എത്രയുള്ളത്? 8.5 ആണുള്ളത്. അതുകൊണ്ടത് ടാക്സബിൾ അല്ല. 9.5 വരെ എന്താണ്? ടാക്സബിൾ അല്ല. ഇവിടെ 8.5 ഉള്ളൂ. അതുകൊണ്ടത് ടാക്സബിൾ അല്ല. നോക്കുക, കോൺട്രിബ്യൂഷൻ ടു RPF അപ് ടു 12% ആൻഡ് ഇൻട്രസ്റ്റ് അപ് ടു 9.5% ആർ നോട്ട് ടാക്സബിൾ. അതായത് കോൺട്രിബ്യൂഷൻ ടു RPF 12% വരെ, സാലറിയുടെ 12% വരെ ടാക്സബിൾ അല്ല. അതേപോലെ ഇൻട്രസ്റ്റ് 9.5%, അതായത് RPF ബാലൻസിൻ്റെ 9.5% വരെ ടാക്സബിൾ അല്ല. അപ്പോൾ ഇത് ഓർത്തിരിക്കാം. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.